അത് കഴിഞ്ഞ് മൂത്ത മോൻ സുബ്രഹ്മണ്യം വന്നു. സുബ്രഹ്മണ്യ സ്വാമിക്ക് അമ്മ 2 വരം കൊടുത്തു. ആദ്യത്തെ വരം എന്നറിയോ? സുബ്രഹ്മണ്യ, നിന്റെ അടുത്തൊരമ്മ നിന്റെ മകളെ കൊണ്ട് പ്രാർത്ഥിക്കാൻ വന്നാൽ ആ മകളെ സുന്ദരിയാക്കി ഏത് പുരുഷനും ആകർഷിക്കപ്പെടുന്ന പെൺകുട്ടിയായ അവളെ മാറ്റണം, സുന്ദരിയായിട്ട് മാറ്റണം. അത് നിനക്ക് ഞാൻ നൽകുന്ന അധികാരമാണ്. നിനക്ക് സുബ്രഹ്മണ്യത്തിന് കൊടുത്ത ഒരു വരമായിട്ടാണ് കൊടുക്കുക. രണ്ടാമത് പാർവതി വരം കൊടുത്തു. ഗർഭിണിയായ ഒരു സ്ത്രീ നിന്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്ന സുബ്രഹ്മണ്യ, ആ ഗർഭത്തിന് ഒരു കുഴപ്പം ഉണ്ടാവാതെ ആ കുഞ്ഞിനെ പ്രസവിച്ച് ആരോഗ്യമുള്ള പുരുഷനോ സ്ത്രീയോ ആക്കിയതിനെ മാറ്റാനുള്ള അധികാരം നിനക്ക് ഞാൻ തരികയാണ്. കാര്യം പാർവതിയുടെ മനസ്സിലൊരു സങ്കടമാണ്. ഈ കുട്ടിയെ പ്രസവിച്ച് വളർത്താൻ പാർവതിക്ക് പറ്റിയ ഇല്ല. സുബ്രഹ്മണ്യ സ്വാമി ഒരിടത്ത് ജനിച്ചിട്ട് കൃതികളെടുത്ത് വളർത്തിയാണ് കാർത്തികേയൻ എന്ന് വിളിച്ച. കാർത്തികേയൻ കൃതികൾ വളർത്തിയോണ്ടാണ് കാർത്തികേയൻ. 6 കൃതികൾ വളർത്തിയതുകൊണ്ട് കാർത്തികേയൻ 6 മുഖം. അതുകൊണ്ടാണ് കാർത്തികേയൻ ആറുമുഖൻ. ആറുമുഖൻ മുന്നിൽ ചെന്ന് സിനിമയിൽ പാടത്തില്ലേ, 6 തമ്പുരാനി പാടത്തില്ലേ എന്ന് പറഞ്ഞാലേ 6 മുഖം. ഈ 6 മുഖം എങ്ങനെയാണ് ഒരു മുഖമായി നിങ്ങൾ പുരാണത്തിൽ കേട്ട കഥയില്ലേ? അങ്ങനെയാണ്. ഉത്തരേന്ത്യയിൽ സുബ്രഹ്മണ്യം കല്യാണം കഴിച്ചില്ല. തമിഴ്നാട്ടിൽ ഇന്ത്യയിൽ സുബ്രഹ്മണ്യം കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. വല്ലി എന്ന് പറഞ്ഞ സ്ത്രീ കല്യാണം കഴിച്ചു. അതാണ് വല്ലിനാഥൻ്റെ 1-ാം സോപാനം എന്നൊക്കെ സിനിമയിൽ പാടുന്നത്. വല്ലിനാഥൻ ഈ വല്ലിയെ കല്യാണം കഴിച്ചത്. ഉത്തരേന്ത്യയിൽ സുബ്രഹ്മണ്യം കല്യാണം കഴിച്ചത്. തമിഴ്നാട്ടിലാണ് ഈ കല്യാണം കഴിപ്പിച്ചു കൊടുത്തത്. വല്ലിയെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. അപ്പോൾ ഈ മോനെ ചെറുപ്പത്തിൽ വളർത്താത്തതിൻ്റെ ഒരു ദുഃഖം ഈ അമ്മയുടെ മനസ്സിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് 2 വരം കൂടെ കൊടുത്തു. അപ്പോൾ ബാലു 2 പേർക്കെടുത്തും പരമശിവൻ മുന്നോട്ട് മാറാൻ പറ്റുമോ? പരമശിവൻ പറഞ്ഞു, സുബ്രഹ്മണ്യ, നിന്നെ ഞാൻ ഭൂതത്തിൻ്റെ നാഥനാക്കാം. ഏത് ഭൂതം എതിരക്കടെ ശല്യം ചെയ്താലും അതിനെ ഓടിച്ചിട്ട് പിടിക്കാൻ നിനക്ക് ഞാൻ അധികാരം തരികയാണ്. അപ്പോൾ ഈ 3 വരം കിട്ടിയപ്പോൾ എന്ത് പറ്റി? ഏത് പെൺകുട്ടിയും സുന്ദരിയാക്കുന്ന സുബ്രഹ്മണ്യ സ്വാമിക്ക് സൗന്ദര്യമുള്ളൊരു മുഖം വേണ്ടേ? അപ്പോൾ മയിൽപ്പീലി ഇങ്ങനെ ആടുമ്പോൾ മനുഷ്യൻ അമ്പരന്ന് സൗന്ദര്യം കണ്ടിരിക്കുന്ന പക്ഷിയില്ലേ മയിൽ, അതിനെ കൊടുത്തു സുബ്രഹ്മണ്യ സ്വാമിക്ക്. പിന്നെ ഭൂതം പറന്നു പോയാൽ കാളയുടെ പുറത്തോ സിംഹത്തിൻ്റെ പുറത്തോ ഭൂതത്തെ പിടിക്കാൻ പറ്റുമോ? പറന്നു വന്ന പക്ഷിയാകുമ്പോൾ ഭൂതം പോയാൽ പുറകെ പറന്നു പോയി ഭൂതത്തെ പിടിക്കാൻ പറ്റും. അതിനാണ് പറക്കുന്ന സൗന്ദര്യമുള്ള പക്ഷിയായി മയിലിനെ മാറ്റി. ആ മയിലിൻ്റെ പുറത്ത് സുബ്രഹ്മണ്യ സ്വാമി ഇരുത്തി. സുബ്രഹ്മണ്യ സ്വാമി മയിലിൻ്റെ പുറത്ത് ഇരിക്കുമ്പോൾ ഈ അമ്മയുടെ വാഹനം സിംഹം ഇടക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കും. എന്താ കാര്യം എന്നറിയാമോ? സിംഹത്തിന് വലിയ ഇഷ്ടമായി മയിലിൻ്റെ ഇറച്ചി. സുന്ദര ഇറച്ചിയാണ്. സിംഹം ആനിമൽ പ്ലാന്റ് മയിലിനെ പിടിക്കുന്നുണ്ടോ, ഓടിഞ്ഞോട്ടുന്ന മയിലിനെ കഴുത്തെ പിടിച്ചിട്ട് കുടയങ്ങൾ അത് മയിൽ എത്തും, പിന്നെ ഭക്ഷിച്ചളയും. പക്ഷേ അമ്മയുടെ വാഹനമായ സിംഹം ഒരിക്കലും മൂത്തമ്മോൻ്റെ വാഹനമായ മയിലിനെ പിടിക്കാൻ പോയില്ല. സുബ്രഹ്മണ്യ സ്വാമിയുടെ വാഹനമായ മയിൽ ഇടക്കിടയ്ക്ക് പരമേശ്വരൻ്റെ കഴുത്തിലോട്ട് നോക്കും. അവിടെ ഈ വാസുകി ഇങ്ങനെ കിടപ്പുണ്ട്, പാമ്പ്. മയിലിന് വലിയ ഇഷ്ടമായി പാമ്പിൻ്റെ ഇറച്ചി. വാസുകി ശങ്കരൻ്റെ കഴുത്തിൽ കിടക്കുന്നുണ്ടാണ് അതിനെ ശങ്കരാഭരണം എന്ന് വിളിച്ചു. അപ്പോൾ ഈ കഴുത്തിൽ കിടക്കുന്ന മൂക്കം പാമ്പ് 10 ഇങ്ങനെ മേപ്പോട്ടും കീപ്പോട്ടും പൊക്കും. ആ ആരോഹണവും അവരോഹണവും ഒരു കർണാടക സംഗീതത്തിൽ രാഗമായി മാറി. ശങ്കരാഭരണം എന്നൊരു രാഗം. ഈ വാസുകിയുടെ തല ഇങ്ങനെ മേപ്പോട്ടും കീപ്പോട്ടും പോകുമ്പോൾ ആ 10 മേപ്പോട്ടും കീപ്പോട്ടും പോകുന്ന ആരോഹണവും അവരോഹണവും കർണാടക സംഗീതത്തിൽ രാഗമായി മാറി. ശങ്കരാഭരണം എന്ന രാഗം. തെലുങ്കിലൊരു സിനിമ ഉണ്ടാകും ശങ്കരാഭരണം, നിങ്ങളെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ സുബ്രഹ്മണ്യ സ്വാമിയുടെ വാഹനം ഉണ്ടല്ലോ, ഒരിക്കലും എത്തി പരമേശ്വരൻ്റെ കഴുത്തെ കിടന്ന പാമ്പിനെ പിടിക്കാൻ പോയില്ല. അവിടെയാണ് എൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്. തൊട്ടപ്പുറത്ത് ഗണപതി ഭഗവാൻ ഇരിക്കുകയാണ് എലിയുടെ പുറത്ത്. പിള്ളേർ പറയും, അയ്യോ പൊന്നപ്പായി ആനയുടെ കൂട്ടുള്ള ഗണപതി ഇരുന്നാൽ എലി ചതഞ്ഞരഞ്ഞു പോകത്തില്ലേ? പക്ഷെ ഗണപതി ഇരുന്നാൽ എലിക്കൊന്നും പറ്റിയില്ല. കാരണം എന്തറിയാമോ? ഗണപതി ഭഗവാൻ വിഘ്നേശ്വരനാണ്. ഭൂമിയുടെ ഗുരുത്വാകർഷണം എന്ന ഗ്രാവിറ്റി ഗണപതി ഭഗവാന് പ്രശ്നമല്ല. കാര്യം വിഘ്നേശ്വരനായ ഗണപതിയെ ഈ വിഘ്നം പിടിക്കുകയില്ല. അവിടെ ഗണപതിക്ക് ഭാരമില്ല, അവിടെ എനിക്കൊന്നും പറ്റിയല്ല. പക്ഷെ നമ്മളോട് 100 ക്ഷേത്രം എടുത്താൽ, ഇന്ത്യയിലെ 100 ഗണപതി ക്ഷേത്രം എടുത്താൽ അതിൽ 60 ക്ഷേത്രങ്ങളിൽ ഗണപതി ഭഗവാൻ ഇരിക്കുന്നത് എവിടെയാണെന്നറിയാമോ? സിംഹത്തിൻ്റെ പുറത്താണ്. ഗണപതി ഇടയ്ക്കിടയ്ക്ക് വരും, അമ്മയുടെ വണ്ടി ഒന്ന് വേണമല്ലോ, നീ കൊണ്ടുപോടാന്ന് പറയും. കാരണം ലോകത്തിലേതൊരു സ്ത്രീക്കും ഏറ്റവും ഇഷ്ടം ആരോടാണെന്നറിയാമോ? അവസാനം ഗർഭപാത്രം തുറന്നുപോയ കുട്ടി, ആണായാലും പെണ്ണായാലും ഈ ലോകം മുഴുവൻ മറച്ചിടുന്നാലും ആ കുട്ടിയോട് അമ്മ നിൽക്കത്തുള്ളൂ. അവസാനം ഗർഭപാത്രം തുറന്നുപോയ കുട്ടി ആ കുട്ടിയോട് അമ്മയുടെ മനസ്സിലിരിക്കുന്നത്. ഇനി അവസാനം ഗർഭപാത്രം തുറന്നുപോയ കുട്ടിയുടെ ആൺകുട്ടി അയക്കാവുണ്ടല്ലോ, പോക്ക് കേസാണ്. അവൻ എന്ത് തോന്നിയ ദിവസം കാണിച്ചാലും അമ്മ അവൻ്റെ സൈഡിൽ നിൽക്കുന്നത്. അതാണ് കുഴപ്പം. അപ്പോൾ അമ്മയുടെ അടുത്ത് പോകാൻ വന്നിട്ട് അമ്മയുടെ വണ്ടി ഒന്ന് വേണമെന്ന് പറഞ്ഞാൽ കൊണ്ടുപോകുന്നു പറയും.
അപ്പോൾ അങ്ങ് ആന സിംഹത്തിന് പുറത്തേറി പോകും. അതുകൊണ്ട് ഇന്ത്യയിലെ 100 ക്ഷേത്രങ്ങളിൽ 60 ക്ഷേത്രത്തിലും ഗണപതി ഭഗവാൻ ഇരിക്കുന്നത് സിംഹത്തിൻ്റെ പുറത്താണ്. സിംഹത്തിൻ്റെ പുറത്ത്. ഇനി അപ്പന്മാർക്ക് ഏറ്റവും ഇഷ്ടം ആരോടാണ്? അപ്പന്മാർക്ക് ഏറ്റവും ഇഷ്ടം മൂത്ത മോളോടാണ്. മൂത്ത മോള് പറഞ്ഞാൽ അതിന് അപ്പീലില്ല, ഒരപ്പനും അപ്പീലില്ല. അമ്മ പറഞ്ഞാൽ പോ അമ്മ എൻ്റെ പാട്ടിന്, ഞാൻ ചെയ്തില്ലെന്ന് പറയും. ഭാര്യ പറഞ്ഞാൽ പോടി എന്ന് പറയും, ഭാര്യ വഴക്ക് പറയും. പക്ഷേ ഭാര്യയോട് നോ പറഞ്ഞാണ്ടല്ലോ, ഭാര്യ നേരെ ഒന്ന് മോളോട് പറയും, മോളെ നീ ഇന്ന് പപ്പയോടൊന്ന് പറയും. മൂത്ത മോൾ പറയുന്നത്, പപ്പ നാളെ ഒരു സിനിമയ്ക്ക് വേണം, പോകാമല്ലേ മോളെ, ഏത് സിനിമ ആണ് പറഞ്ഞോ, ഒരു കുഴപ്പമില്ല. അപ്പം പോയിരിക്കും, മൂത്ത മോള് പറഞ്ഞിടത്ത് പോയിരിക്കും. ഇത് മനുഷ്യ മനഃശാസ്ത്രം കേട്ടോ, ഞാൻ പറയുന്നല്ലോ, സിഗ്മണ്ട് ഫ്രോയിഡിന്റെ പ്രസിദ്ധമായ സൈക്കോ അനാലിറ്റിക്കൽ തിയറിയാണ്. അപ്പൊ സിംഹത്തെ കിട്ടിയില്ലെങ്കിൽ ഗണപതി ഭഗവാൻ പണിയെടുക്കും. ചേട്ടനെടുത്ത്, ചേട്ടൻ്റെ വാഹനം എന്നുണ്ടല്ലോ, നീ കൊണ്ടുപോകണമെന്ന് പറയും. മയിലിന്റെ പുറത്ത് ഒരു ഗണപതി ഭഗവാൻ ഒരു പോക്കാണ്. അപ്പോൾ ഇന്ത്യയിലെ 30 ക്ഷേത്രങ്ങളിൽ ഗണപതി ഭഗവാൻ ഇരിക്കുന്നത് മയിലിന്റെ പുറത്താണ്. സിംഹത്തെ മയിലിനെയും കിട്ടിയില്ലെങ്കിൽ ഗണപതി ഭഗവാന്റെ പരിപാടിയുണ്ട്. എടാ വാസുകി ഒന്ന് ഇറങ്ങി വേണമെന്ന് പറയും. പരമശിവന്റെ കാര്യത്തിൽ നിന്ന് വാസുകി ഇറങ്ങി താഴ്ചല്ല, ഗണപതി ഭഗവാൻ അതേ കയറി ഒരു പോക്കാണ്. 9 ക്ഷേത്രങ്ങളിൽ അവിടെയാണ് ഇരിക്കുന്നത്. ഈ 3 കിട്ടിയില്ലെങ്കിൽ മാത്രമേ ഗണപതി ഭഗവാൻ എലിയുടെ പുറത്തിരിക്കൂ. അപ്പോൾ വനത്തിനടുത്തോട്ടാണ് ഗണപതി ഭഗവാൻ പോകുന്നതെങ്കിൽ സിംഹത്തെ കൊണ്ടുപോകും. മൃഗരാജനല്ലേ, അതിൻ്റെ പുറത്തോട്ട് ഗണപതി ഭഗവാൻ ഭയങ്കര സ്റ്റാറ്റസാണ്. ഫ്ലൈറ്റിൽ പോകണം, വിമാനത്തിൽ പോകണം, നേരെ മയിലിനെ പിടിക്കും, പറന്നങ്ങ് പോകും. പിന്നെ ഭൂമി കൂടെ പോകണം, എലി ഇങ്ങനെ പോകത്തല്ലേ ഉള്ളൂ. പാമ്പാമ്പ് നല്ല മുറുക്കമ്പാമ്പ് വന്ന് പോക്കല്ലേ, ഒറ്റ പോക്കാണ്. തറയ്ക്കൂടെ ദൂരത്തെ പോകണമെങ്കിൽ വാസുകിയുടെ പുറത്തിരിക്കും. അവിടെ ഗണപതി ഭഗവാൻ ഒരു ക്ഷേത്രത്തിലെ എലിയുടെ പുറത്തിരിപ്പുള്ളൂ. അപ്പൊ ഈ എലിയെ സുബ്രഹ്മണ്യത്തിന് വാഹനം താപ്പോട്ട് നോക്കും. മയിലിന് വലിയ ഇഷ്ടമായി എലിയെ കൊത്തി തിന്നാൻ അന്യൻ്റെ വാഹനത്തെ. പക്ഷേ ആ ഗണപതി ഭഗവാന്റെ വാഹനത്തെ സുബ്രഹ്മണ്യസ്വാമിയുടെ വാഹനം പിടിക്കാനാണ്. ഇനി വാസുകിക്ക് വലിയ ഇഷ്ടമാണ് ഈ മൂർക്കമ്പാമ്പിനെ, എലിയെ തന്നെ നല്ല രസമാണ്. പക്ഷേ പരമശിവന്റെ കഴുത്തിൽ കിടക്കുന്ന ശങ്കരാഭരണം ഉണ്ടല്ലോ, ഒരിക്കലും ഗണപതി ഭഗവാന്റെ വാഹനത്തെ പിടിക്കാൻ പോയില്ല. അപ്പോൾ ഒരു ശിവക്ഷേത്രം നമ്മൾ ചെല്ലുമ്പോൾ അവിടെ മഹാദേവന്റെ കുടുംബത്തെ വരച്ചു വെച്ചിരിക്കുകയാണ്. എന്താ മഹാദേവൻ നമ്മളെ പഠിപ്പിക്കുന്നത്? ഓരോ കുടുംബത്തിലും അപ്പനൊരു സ്വഭാവം, അമ്മയ്ക്കൊരു സ്വഭാവം, ചേട്ടനൊരു സ്വഭാവം, അനിയനൊരു സ്വഭാവം. ഈ വൈരുദ്ധ്യങ്ങളെ യോജിപ്പിച്ച് കൊണ്ടുപോകുമ്പോൾ മാത്രമാണ് ഒരു കുടുംബം രക്ഷപ്പെടുള്ളൂ. മക്കൾ തമ്മിൽ വഴക്കുണ്ടാക്കുക, അപ്പനൊരു സൈഡ് അമ്മയൊരു സൈഡ്, കാലങ്ങി മാറിഞ്ഞ് നാശമായിപ്പോത്തില്ലേ. പരമശിവന്റെ കുടുംബം നമ്മളെ പഠിപ്പിക്കുകയാണ്. അച്ഛനും അമ്മയും മൂത്ത മോനും ഇളയ മോനും എന്തെല്ലാം വൈരുദ്ധ്യം ഉണ്ടെങ്കിൽ അത് മാറ്റി ഏകീകൃതമായി നിൽക്കണം. മഹാദേവ ക്ഷേത്രങ്ങളിൽ വളരെ പ്രത്യേകമുള്ള ഒന്നാണ് തിരുവനന്തപുരത്ത് ഗൗരി ശിവപട്ടം ക്ഷേത്രം. ശിവഗൗരി അല്ല, ഗൗരി ശിവൻ. ഗൗരിയാണ് നമ്പർ 1. എന്താ കാര്യം? നിങ്ങൾ ഞാനോ കല്യാണം കഴിച്ച ഭാര്യ മിസ്സസ് അലക്സാണ്ടർ ജേക്കബ്. ഭാര്യയുടെ പേരെന്താ? അലക്സാണ്ടർ ജേക്കബ് സാറിൻ്റെ ഭാര്യ. കോളേജ് പ്രിൻസിപ്പൾ എൻ്റെ ഭാര്യ, അലക്സാണ്ടർ ജേക്കബ് സാറിൻ്റെ ഭാര്യ. അഡ്രസ്സൊക്കെ മാറിയില്ലേ? പരമശിവനെ പണി ചെയ്താ? പരമശിവനെ പണി ചെയ്തില്ല. പരമശിവൻ വിളിച്ചു പാർവതി വല്ലഭൻ, പാർവതിയെ കെട്ടിയവൻ. ഗൗരി വല്ലഭൻ, ഉമാമഹേശ്വരൻ. മഹേശ്വരൻ ഉമ്മയാണെന്ന് ഭഗവാൻ പറഞ്ഞേ. ഉമാമഹേശ്വരൻ, ഭാര്യയ്ക്ക് നമ്പർ 1 സ്ഥാനം. പാർവതി വല്ലഭൻ, പാർവതിയെ കെട്ടിയവനെന്ന് പരമശിവൻ സ്വയം വിളിച്ചേ. ഗൗരി വല്ലഭൻ സ്വയം വിളിച്ചേ. ഭർത്താക്കന്മാർക്ക് പരമശിവൻ പറഞ്ഞു തരാണ്, ഭാര്യ എങ്ങനെ കത്തി പരിചയമില്ല കേട്ടാ, മര്യാദയ്ക്ക് അവൾക്കുള്ള സ്ഥാനം കൊടുത്തേക്കണം, ഭംഗിയായിട്ടുള്ള സ്ഥാനം. ഇനി പാർവതി എങ്ങനെ ഗൗരിയായത്? പുരാണത്തിൽ അതിൻ്റെ കഥ പറയുന്നുണ്ട്. പാർവതിനെ നിർമ്മിച്ച് കറപ്പാൻ. പാർവതിക്ക് തൊലി ഒന്ന് വെളുപ്പിക്കണം. മാതാമ്മമാരെ കാണാത്ത കാലത്ത് എങ്ങനെ ഈ പാർവതിക്ക് ആഗ്രഹം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ പാർവതി എന്ന് പറഞ്ഞ പരമശിവൻ ആലോചിച്ചു, ഭാര്യ ഒരു കാര്യം പറഞ്ഞു, ചെയ്തു കൊടുക്കാതിരിക്കാൻ പറ്റുമോ? പക്ഷെ ഭാര്യമാർ വളരെ സുന്ദരികളാണെങ്കിൽ, ഭർത്താക്കന്മാരുടെ കഷ്ടകാലമാണ് ഭാര്യ സുന്ദരിയാണെങ്കിൽ. സീതാദേവി വലിയ സുന്ദരിയായിരുന്നു. ശ്രീരാമനെ അനുഭവിച്ച കഷ്ടപ്പാട് 10 കൊല്ലം യുദ്ധം ചെയ്ത്, ശ്രീരാമനായിട്ട് യുദ്ധം ചെയ്ത് കഷ്ടപ്പെട്ടു. ഗ്രീക്ക് പുരാണങ്ങളിൽ ഹെലന ട്രോയ് വലിയ സുന്ദരിയായിരുന്നു. അയ്യോ, ഗ്രീക്കുകാർ 10 കൊല്ലം കഷ്ടപ്പെട്ട് ഇടപാട് തീർന്നുപോയി. ചില സ്ഥലത്ത് പുരുഷന്മാർ കൊല്ലപ്പെട്ട് കിടക്കും, യാതൊരു സൂചനയില്ല. പക്ഷെ കൊല്ലപ്പെട്ട ആളിൻ്റെ ഭാര്യയെ കണ്ടപ്പോൾ അവൾ സുന്ദരിയാണെങ്കിൽ അപ്പം ഞങ്ങൾക്ക് മനസ്സിലാവും ഈ സുന്ദരിയെ കയ്യിലാക്കാൻ വേണ്ടി ആരാണ്ട് ഈ ഭർത്താവിനെ കൊന്നിരിക്കുകയാണ്. അവിടെ തപ്പിപ്പോയാൽ പ്രതിയെ കിട്ടിയിരിക്കും. അപ്പോൾ ഭാര്യമാർ വലിയ സുന്ദരിയാണെങ്കിൽ ഭർത്താക്കന്മാരുടെ കഷ്ടകാലമാണ്. വലിയ സുന്ദരിയെ കെട്ടാൻ പോകുന്നതിൻ്റെയൊക്കെ കഷ്ടകാലം ഇവിടെ തുടങ്ങാണ്. പക്ഷെ ഭാര്യയെ പരമസുന്ദരി ആക്കിയില്ലേലും ഭാര്യ പറയുന്ന കുറച്ചേലും ചെയ്തു കൊടുക്കണ്ടേ? അതിന് പരമേശ്വരൻ എന്ത് ചെയ്തു? ഭാര്യയെ ഗൗരിയാക്കി. ഗൗരി എന്ന് പറഞ്ഞാൽ ചെമ്പിൻ്റെ നിറമുള്ളവർ, ചെമ്പിൻ്റെ കോപ്പർ കളറെന്നാണ് ഗൗരി എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ പരിപൂർണ്ണ സുന്ദരി ആക്കിയില്ല, പകരം ചെമ്പിൻ്റെ കളറായി കൊടുക്കും. ചെമ്പിൻ്റെ കളർ.
അതായത് നോർവേ സ്റ്റുഡൻറ്റ് ഡെൻമാർക്കിൽ സഹായിക്കണ നിറവാക്കി കൊടുത്തില്ല. പിന്നെ ഇറ്റലിയിലെ ചെമ്പന്മാരുണ്ടല്ലോ, അവൻ്റെ പരിവാക്കി കൊടുത്ത് ഭാര്യയെ ഗൗരി. ഇപ്പോഴത്തെ സ്ത്രീകൾ സൗന്ദര്യം കിട്ടാൻ വേണ്ടി ബ്യൂട്ടീഷ്യൻ്റെ അടുത്ത് പോകും. ബ്യൂട്ടീഷ്യന്മാരുടെ തലത്തട്ടപ്പം പരമശിവനാണ്. ആദ്യം പ്രയോഗിച്ചു കൊടുത്ത ഭാര്യയ്ക്കാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. ഭാര്യ കിട്ടി ബ്യൂട്ടീഷ്യൻ പരിപാടി പഠിപ്പിച്ചു കൊടുക്കും. പരമശിവൻ പറയാണ്, ഭാര്യയുടെ സൗന്ദര്യം ഉണ്ടാക്കുന്ന ഭർത്താവിൻ്റെ ജോലിയാണ്. ബ്യൂട്ടീഷ്യൻ എടുത്ത് പോകണം, 1000 രൂപ വേണം. കോടിയുടെ വാട്ടിൽ ഞാൻ തരുന്നില്ല, ഭർത്താവ് പറയാൻ പാടില്ല. പരമശിവൻ പഠിപ്പിച്ചിരിക്കുകയാണ്, ഭാര്യയ്ക്ക് സൗന്ദര്യം കൂട്ടണമെങ്കിൽ എല്ലാ പണിയും ബ്യൂട്ടീഷ്യൻ എടുത്ത് പോകാനുള്ള മുഴുവൻ പൈസയും ഭർത്താവ് കൊടുത്തിരിക്കണം. പരമശിവൻ തന്നെ കാണിച്ചിരണം ഭാര്യയ്ക്ക് സൗന്ദര്യം കിട്ടിയ പരിപാടി ഗൗരിയാക്കി കൊടുത്ത്. അപ്പോൾ നമ്മൾ ഈ ക്ഷേത്രത്തിൽ പരമശിവനോട് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ പരമശിവൻ്റെ കുടുംബം എങ്ങനെയാണ്, പരമശിവൻ ഭാര്യയെ കൈകാര്യം എങ്ങനെയാണ്, പരമശിവൻ മക്കളെ നോക്കിയത് എങ്ങനെയാണ്, ആ കുടുംബം പരസ്പരം ബന്ധപ്പെട്ടത് എങ്ങനെയാണ് കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നത്. ഞാൻ തിരുവനന്തപുരത്തൊരു ക്ഷേത്രത്തിൽ പോയി. കളക്ടറോ SP ജില്ല ഭരിക്കാൻ പറ്റുമോ? പറ്റിയല്ല. അപ്പോൾ ഈ സഹസ്രനാമം ചൊല്ലുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ, കുട്ടി വിഷ്ണു സഹസ്രനാമം ചൊല്ലുകയാണ്. ഭഗവാന്റെ തല എങ്ങനെ ഇരിക്കും? കേശവ. ഭഗവാൻ കൃഷ്ണ തലമുടിയുണ്ട്, കേശവ എന്ന് വിളിക്കും. ഇനി ശിവസഹസ്രനാമം ചൊല്ലുന്നത് ഗംഗാധര, തലയിൽ ഗംഗാനദി വഹിക്കുന്നവനെ, ചന്ദ്രധാര, തലയിൽ ചന്ദ്രക്കല ഉള്ളവനെ എന്ന് വിളിക്കാം. ഇനി ഭഗവാന്റെ കയ്യിലോട്ടാണ് കുട്ടി നോക്കുന്നതെങ്കിലോ, വിഷ്ണു സഹസ്രനാമാണെങ്കിൽ മുരളീധര, കയ്യിൽ മുരളി വെച്ച് പാടുന്നവനെ, ഗദാചക്രപാണി, ഒരു കയ്യിൽ ഗതയും മറ്റേ കൈ ചക്രവും പിടിച്ചോണ്ടിരുന്ന ഭഗവാനെ. ലളിത സഹസ്രനാമം ചൊല്ലുന്നെങ്കിലോ വീണ പുസ്തക ധാരണി, ഒരു കയ്യിൽ വീണയും മറ്റേ കൈ പുസ്തകം പിടിച്ചോണ്ടിരുന്ന ഭഗവതിയെ നമ്മൾ വിളിക്കാം. അപ്പോൾ പദ്യം പാടി ചൊല്ലുമ്പോൾ, സഹസ്രനാമം ചൊല്ലുമ്പോൾ ഇത്രയും ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ഓർത്തിരിക്കുന്നുണ്ട്. ആ കുട്ടിക്ക് അപാര കമ്പാരിറ്റീവ് അനാറ്റമി പവർ ഡെവലപ്പ് ചെയ്യും. ശിവസഹസ്രനാമത്തിൻ്റെ ഒരു പാരഗ്രാഫ് വള്ളത്തോൾ നാരായണൻ മലയാളം തർജ്ജമ ചെയ്തു. പൊട്ടാക്കി പാല വട്ട തിരുമിഴി ജടേ കാറൊളി ചാര് കൂന്തൽക്കെട്ടാക്കി കേതകിപ്പൂതിൻ്റെ വടിവാക്ക് പലം ചന്ദ്രകണ്ഠം മട്ടക്കത്തന മാറി പ്രതിയുടസതിനായി കാട്ടിൽ ഉൾപ്പുക്ക് വൈര്യമിട്ട കാട്ടാളിനെ കൈതൊടുന്ന പരമശിവനെ പ്രാർത്ഥിച്ചുകൊണ്ട് ചൊല്ലുകയാണ്. ശിവസഹസ്രനാമത്തിൻ്റെ ഒരു പാരഗ്രാഫ് തർജ്ജമ ചെയ്താണ്. ഒരു 16 കാര്യം ഓർത്തിരുന്നെങ്കിൽ ഭഗവാന്റെ രൂപം എങ്ങനെയെന്ന് മനസ്സിലാകത്തുള്ളൂ, ശിവഭഗവാന്റെ രൂപം. അതുകൊണ്ടാണ് ഈ സഹസ്രനാമം ചൊല്ലപ്പടിക്കുന്ന കുട്ടിക്ക് അപാര കമ്പാറ്റ് അനായപ്പുണ്ടാവും. ആ കുട്ടി ഡോക്ടറൽ IAS ഏത് പരീക്ഷയും പാസ്സാവും. അപ്പോൾ ഡോക്ടറുടെ തലച്ചോറ് വർക്കിംഗ്, തലവേദന ഉണ്ടാകുന്ന രോഗങ്ങൾ 15 അതിനകത്ത് ഏതാണ് ഈ രോഗിക്കുണ്ടാകാനുള്ള സാധ്യത? ഡോക്ടർ തലച്ചോറ് വർക്ക് ചെയ്യും. അത് കഴിഞ്ഞ് മരുന്ന് കുടിക്കണം. ഓരോ മരുന്നിനും സൈഡ് എഫക്റ്റ് ഉണ്ട്, ഓരോ മരുന്നിനും കമ്പാരിറ്റീവ് അനാലിസിസ് പവറുണ്ട്. ഇത് മനസ്സിലാവാതെ, കമ്പാരിറ്റീവ് അനാലിസിസ് മനസ്സിലാവാതെ, ഡോക്ടർ കോൺട്രാ ഇൻഡിക്കേഷൻ മനസ്സിലാവാതെ ഡോക്ടർ മരുന്ന് കുറിച്ചാൽ രോഗി എത്തും. അപ്പോൾ ഈ സഹസ്രനാമം ചൊല്ലിപ്പടിക്കുന്ന കുട്ടിയുടെ തലച്ചോറ് ഇങ്ങനെ ഇത് ഓരോന്നും കമ്പയർ ചെയ്ത് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. എന്നെപ്പോലെ IAS പാസ്സായി കളക്ടർ SP സ്ഥലത്തില്ലാണ്. ആ ഓരോ അവൻ ഇംഗ്ലീഷ് സാഹിത്യമോ ഫ്രഞ്ച് സാഹിത്യമോ തമിഴ് സാഹിത്യമോ ഹിന്ദി സാഹിത്യമോ ഏത് സാഹിത്യം പഠിക്കാൻ പോയാലും ആ കുട്ടി അപാര കഴിവായിരിക്കും. ഈ 1000 പേരുകളുടെ സാഹിത്യ രൂപം കുട്ടി പഠിക്കാം. രണ്ടാമത് സഹസ്രനാമം ചൊല്ലി എന്ത് പറ്റും? രണ്ടാമത് സഹസ്രനാമം ചൊല്ലി ഗ്രാമർ ഭംഗിയായിട്ട് പഠിക്കും. ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഗ്രാമർ സംസ്കൃതത്തിനാണ്. പാണിനിയുടെ അഷ്ടാധ്യായി 2000 വർഷത്തിന് മുമ്പ് തക്ഷശില യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്നു പാണിനി. അയാൾ അഷ്ടാധ്യായി എന്നൊരു പുസ്തകം എഴുതി. അസാധ്യ പുസ്തകമാണ്. ഒരു 100 വർഷങ്ങൾക്ക് മുമ്പ് ചോംസ്കി ആൻഡ് ബ്ലൂംഫീൽഡ് രണ്ടുപേരും കൂടി ട്രാൻസാക്ഷണൽ ഗ്രാമർ കണ്ടുപിടിച്ചു. ഗ്രാമറിൻ്റെ തലത്തട്ടപ്പന്മാർ ഞങ്ങളാണ് എന്ന് ഇവന്മാർ രണ്ടും വാചടിച്ചത്. അപ്പോഴാണ് 1931 ലണ്ടനിൽ വെച്ച് ലിംഗ്വിസ്റ്റിക് കോൺഫറൻസ് തുടങ്ങി. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് 2 സംസ്കൃത പണ്ഡിതന്മാർ ലണ്ടനിൽ പോയി. അവരെന്തെന്നറിയാമോ? അവർ 1961 പാണിനി അഷ്ടാധ്യായി ഇംഗ്ലീഷ് ഭാഷ തർജ്ജമ ചെയ്തു ഏഷ്യാറ്റിക് സൊസൈറ്റി. അതിൻ്റെ ഒരു 3 കോപ്പി വാങ്ങിച്ചുകൊണ്ട് പോയി. ഒരെണ്ണം കൊണ്ട് ചോംസ്കി കൊടുത്തു, ഒരെണ്ണം കൊണ്ട് ബ്ലൂംഫീൽഡിന് കൊടുത്തു. ഇവന്മാർ 2 ദിവസം കുത്തിരുന്ന് വായിച്ചു. 3-ാം ദിവസം രാവിലെ ലിംഗ്വിസ്റ്റിക് കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്യാൻ ചോംസ്കി വന്നു. ചോംസ്കി പ്രസംഗം തുടങ്ങുകയാണ്. പാണിനീസ് അഷ്ടാധ്യായി ഈസ് ദ മോണുമെന്റ് ഓഫ് ഹ്യൂമൻ ഇന്റലിജൻസ് ഓൺ സർഫസ്. മനുഷ്യന്റെ തലച്ചോറിന് എത്ര ബുദ്ധിയുണ്ടെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും കണ്ടുപിടിക്കണോ? പാണിന്റെ അഷ്ടാധ്യായി വായിച്ചാൽ മതി. ബ്ലൂംഫീൽഡ് ഗ്രാമറിന്റെ തലത്തോട്ടപ്പന, ട്രാൻസാക്ഷണൽ ഗ്രാമർ കണ്ടുപിടിച്ച് അഹങ്കരിച്ച് അടക്കാൻ ബ്ലൂംഫീൽഡിൽ നിന്ന് കുത്തിരുന്ന് വായിച്ചു. ബ്ലൂംഫീൽഡിന്റെ പ്രസംഗത്തിൽ ബ്ലൂംഫീൽഡ് പറയുകയാണ്, വാട്ട് എവർ വി ഇൻവെന്റഡ് ഇൻ ഗ്രാമർ ഈസ് നത്തിങ് ബട്ട് ഫുട് നോട്ട്സ് ടു ദിസ് ഗ്രേറ്റ് വർക്ക്. ഈ മഹത്തായ പുസ്തകത്തിന്റെ
ആ പേരിനടിയതിന് അടിക്കുറിപ്പേ ഉള്ളൂ ഞങ്ങൾ എഴുതിയ ഗ്രാമറൊക്കെ ചുല്ലിട്ട് പോയി. അപ്പോൾ ഈ പാണിനിയുടെ അഷ്ടാധ്യായിയുടെ അസാധ്യ സാധ്യതകളെടുത്ത് പ്രയോഗിച്ചിട്ടാണ് സഹസ്രനാമം എഴുതിയുണ്ടാക്കുന്നത്. അതുകൊണ്ട് സഹസ്രനാമം ചൊല്ലിപ്പിടിക്കുന്ന കുട്ടി ഏത് ഭാഷയുടെ ഗ്രാമറും അവൻ മാസ്റ്റർ ചെയ്യും. അവൻ അസാമാന്യ ഭാഷാ വിദഗ്ധനായി മാറും. മൂന്നാമത് സംഭവിക്കും, മൂന്നാമത് സഹസ്രനാമം ചൊല്ലി പഠിച്ചാൽ അപ്പോൾ ഓർമ്മശക്തി ഉണ്ടാവും. നമ്മുടെ കുട്ടി ഒരു ഡോക്ടറാവണം നമ്മൾ ആഗ്രഹിച്ചാൽ കുട്ടി നീറ്റ് പരീക്ഷ പാസ്സാവും. നീറ്റ് പരീക്ഷ കയറിയിരുന്നാൽ 1 മിനിറ്റ് കൊണ്ട് ചോദ്യത്തിന് ഉത്തരം. ചോദ്യം വായിക്കാൻ 30 സെക്കൻഡ് പോകും. ആ കമ്പ്യൂട്ടർ ഷീറ്റിൽ കറപ്പിക്കാനൊരു 10 സെക്കൻഡ് പോകും. ചിന്തിക്കാൻ കിട്ടുന്നത് 15 സെക്കൻഡാണ്. ഈ 15 സെക്കൻഡ് കൊണ്ട് ഉത്തരം തലച്ചോറി വന്നില്ലെങ്കിൽ നമ്മുടെ കുട്ടി ഒരിക്കലും ഈ ഭൂമി ഡോക്ടറാവില്ല. നിങ്ങളുടെ കുട്ടിക്ക് ഇനി എന്നെ പോലെ IAS പാസ്സാവണം. IAS പരീക്ഷ പാസ്സാവണമെങ്കിൽ ആദ്യം പ്രിലിമിനറി പാസ്സാവണം. പ്രിലിമിനറിക്കകത്തോട്ട് കയറിയാൽ 15 സെക്കൻഡോട് ചോദ്യത്തിന് ഉത്തരം ഓർമ്മ വന്നില്ലെങ്കിൽ ഒരിക്കലും പ്രിലിമിനറി പാസ്സാവത്തില്ല. മെയിൻ IAS ഇരിക്കാൻ പറ്റിയല്ല. അപ്പോൾ ഈ സഹസ്രനാമം ചൊല്ലിപ്പടിക്കുന്ന കുട്ടി 1000 പേരിങ്ങനെ തുടർച്ചയായിട്ട് ഓർത്തിരിക്കുകയാണ്. കുട്ടിയുടെ ഓർമ്മശക്തി അപാരമായിട്ട് വർദ്ധിക്കും. ആ കുട്ടി നീറ്റ് പരീക്ഷയല്ല, IAS പരീക്ഷയല്ല, ഏത് പരീക്ഷ കുട്ടി പാസ്സാവും, ഒരു കുഴപ്പമില്ല. നാലാമത് സംഭവിക്കും, ഈ സഹസ്രനാമം ചൊല്ലണമെങ്കിൽ ഓരോ വാക്കും നല്ല കറക്റ്റായിട്ട് ഉച്ചരിക്കണം. നമ്മുടെ ശബ്ദ പേടകമുണ്ടല്ലോ കൃത്യമായിട്ട് വർക്ക് ചെയ്തെങ്കിലേ പറയാൻ പറ്റും. സ്ത്രീ സാങ്യം പരിമിതവിധം പ്രഭിന്ന പ്രസ്ഥാനം എന്ന് കൃത്യമായിട്ട് ഉച്ചരിക്കണ്ടേ, വലിയ പരിപാടിയാണ്. അങ്ങനെ ഉച്ചരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് നല്ല ശബ്ദ ഗാംഭീര്യം ഉണ്ടാവും. മൈക്ക് കിട്ടിയാൽ ആ കുട്ടി ഉഗ്രമായിട്ട് പ്രസംഗിക്കും. ആ കുട്ടിക്ക് ശബ്ദ സ്ഫുടത ഉണ്ടാവും. ഏത് ഭാഷയിൽ ഏത് വാക്ക് പറഞ്ഞാൽ എന്താണ് ആ വാക്കെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. ആ കുട്ടിക്ക് ശബ്ദമാധുര്യം ഉണ്ടാവും. ആ സഹസ്രനാമം ചൊല്ലുന്ന ഒരു രാഗമുണ്ടല്ലോ ഭംഗിയായിട്ട്, ആ ശബ്ദമാധുര്യം കിട്ടിയാലുണ്ടല്ലോ കുട്ടി കർണാടക സംഗീതം പഠിച്ചാൽ ഉഗ്രമായിട്ട് ആ രാഗം പാടും. കുട്ടി ഹിന്ദുസ്ഥാനി മ്യൂസിക് പഠിച്ചാൽ ഭംഗിയായിട്ട് പാടും. കുട്ടീന് ഇംഗ്ലീഷ് മ്യൂസിക് പഠിക്കാൻ പോയാൽ ഡോമറമി ഫസാൽ ആത്തോത് ആ കുട്ടി നല്ല ഉഗ്രമായിട്ട് പാടും. അപ്പോൾ ശബ്ദം മധുരമയുണ്ടാവും. അത് ഈ സഹസ്രനാമം ചൊല്ലിയേക്കുന്ന 4ാമത്തെ ഗുണമാണ്. 5ാമത് ഈ സഹസ്രനാമം ചൊല്ലി എന്ത് പറ്റും? 5ാമത് ഈ സഹസ്രനാമം ചൊല്ലിയാൽ ഉണ്ടാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റമുണ്ട്. ആ മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഭാഷ പഠിച്ചുണ്ടാവുമ്പോൾ കമ്പാരറ്റീവ് അനാലിറ്റിക്കൽ പവർ, ഒന്നിനോട് താരതമ്യപ്പെടുത്തി മനസ്സിലാക്കാനുള്ള കഴിവ് കുട്ടിക്കുണ്ടാവും. അപ്പോൾ നമ്മുടെ കുട്ടികൾ ഡോക്ടറാവട്ടെ. ഡോക്ടർക്ക് ഇവിടെ അടുത്തൊരു രോഗി വന്നു, ഡോക്ടറെ എനിക്കൊരു തലവേദന. രാമനൻ രാമോ രാമച്ച രാമ കൃഷ്ണ കൽക്കി ഇങ്ങനെയൊക്കെ പറയും. അപ്പം അതിനകത്ത് വരാഹം പന്നിയായിട്ട് ഭഗവാൻ അവതരിക്കുകയാണ്. ഇന്ന് ആ വരാഹം എന്ന് പറയുന്ന അവതാരം സ്വർണത്തിനും ലോകഭാഷയിലെ വാക്കാണ്. അറബി ഭാഷയിലും അറമൈക് ഭാഷയിലും സിറിയക് ഭാഷയിലും ഒക്കെ സ്വർണത്തിൻ്റെ വാക്കെന്താണ്? വരാഹൻ. എങ്ങനെ ഈ വരാഹൻ എന്ന വാക്ക് വന്നു? പണ്ട് ഇന്ത്യക്കാര് നല്ല സാധനങ്ങളെ കയറ്റുമതി ചെയ്യായിരുന്നു. 3200 വർഷത്തിന് മുമ്പ് ഫറോ രാംസെസ് II മരിച്ചു. അയാളുടെ ശരീരം കിട്ടിയപ്പോൾ അയാളുടെ മൂക്കിനകത്തും വായ്ക്കകത്തും ചെവിക്കകത്തുമൊക്കെ കുരുമുളക് അടിച്ച് കയറ്റിയിരിക്കുകയാണ്. കുരുമുളക് ഈ ശരീരം അഴുകാതിരിക്കാൻ ബെസ്റ്റ് സാധനമാണ്. ഈ രാജാവ് ഭരിച്ച കാലത്ത് വലിയ ക്രൂരനായിരുന്നു. ചത്ത് കഴിഞ്ഞാൽ തന്നെ അണ്ണാക്കിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് കുരുമുളക് അടിച്ച് കയറ്റിയാൽ നമുക്ക് അറിഞ്ഞുകൂടാ, നമുക്ക് എന്തോ സത്യം എന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ഈ കുരുമുളക് ഇവിടുന്ന് വന്നു. ഈജിപ്തിലും മിഡിൽ ഈസ്റ്റിലും കുരുമുളകില്ല. കുരുമുളക് എടുത്ത് റിസർച്ച് ചെയ്ത് ശാസ്ത്രജ്ഞന്മാർ അപ്പോൾ മനസ്സിലായി, കേരളത്തിലെ മലപ്പുറം പാലക്കാട് ജില്ലയിൽ വിളയുന്ന കുരുമുളകാണ്, അതേ സ്പീഷീസാണ് ഈ 3000 കൊല്ലത്തിന് ഫറോ രാജാവിൻ്റെ മൂക്കിനകത്തിരിക്കുന്ന വായിക്കാത്തിരിക്കുന്ന കുരുമുളക് മനസ്സിലായി. ഇവിടെ നമ്മൾ സ്വർണം കയറ്റിയേക്കാം. 3000 വർഷങ്ങൾക്ക് മുമ്പ് യഹൂദന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും വലിയ രാജാവായിരുന്നു സലോമോൻ രാജാവ്. അയാളൊരു ദേവാലയം പണിഞ്ഞപ്പോൾ ഹോളി ഓഫ് ഹോളീസ്, നിങ്ങളുടെയൊക്കെ ക്ഷേത്രത്തിലെ ഗർഭഗൃഹം, അതിൻ്റെ മുൻവശത്ത് മയിൽപ്പീലി നിരത്തി കെട്ടണമെന്ന് അയാൾ തീരുമാനിച്ചു. അങ്ങനെ ഇന്ത്യയിൽ നിന്ന് മയിൽപ്പീലി ഇറക്കുമതി ചെയ്ത് അവിടെ കെട്ടിത്തൂക്കി. ആ മയിൽപ്പീലിയെ സിറിയക് വേദവസ്തു, അറമായിക് വേദവസ്തു വിളിച്ചിരിക്കുന്ന പേര് തൂക്കി എന്നാണ്, TUKI. അത് തമിഴ് ഭാഷയിൽ ആൺമയിലിൻ്റെ പേരാണ് തോകൈ. ആ തോകൈ എന്ന തമിഴ് വാക്കാണ് 3000 വർഷത്തിന് വേദവസ്തുത്തിൽ തൂക്കി എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ പൂജാദ്രവ്യങ്ങൾ കൊണ്ടുവന്ന് ഒരു മേശപ്പുറത്ത് വെക്കണം. ആ മേശ എന്ത് ചെയ്തു? ആനക്കൊമ്പുകൊണ്ട് അലങ്കരിച്ച മേശയാക്കി. ആ ആനക്കൊമ്പിന് സുറിയാനി വേദവസ്തുത്തിൽ വിളിച്ചിരിക്കുന്ന പേര് കാളം, KLPH. ഇത് സംസ്കൃതത്തിൽ ആനയുടെ പേരാണ് കളഭം.
ഇന്ത്യയിൽ നിന്നാണ് അത് കൊണ്ടുപോയിരിക്കുന്നത്. അതാണ് കളഭത്തെ കാളപ്പം എന്ന് വിളിക്കുന്നത്. ഈ നാവികർ ഒരു മൃഗത്തിൻ്റെ വിക്രിയലയത്തെ പറഞ്ഞു. അപ്പം ശലോമോൻ്റെ ആഗ്രഹം അതിനൊന്ന് കാണണം. ശലോമോൻ പറഞ്ഞ് ഈ മൃഗത്തെ ഒന്ന് കൊണ്ടുവരാമെന്ന് ചോദിച്ചു. അവർ കൊണ്ടുവന്നു. തർശീസ് കപ്പലുകൾ കൊണ്ടുവന്നു. തർശീസ് നമ്മുടെ ഇന്ത്യയിലെ തുറോശയുടെ കപ്പലുകളാണ്. അവർ കൊണ്ടുവന്നപ്പോൾ അത് കുരങ്ങൻ. ആ കുരങ്ങനെ വേദോസ് വിളിക്കുന്ന പേര് കപി, KPHI. ഇത് സംസ്കൃതത്തിൽ കുരങ്ങൻ്റെ പേരാണ് കപി. ഹനുമാനെ നമ്മൾ കപീന്ദ്രൻ എന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഈ 3 വാക്കും സംസ്കൃതവും തമിഴുമാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കയറ്റി അയക്കുമ്പോൾ പകരം സ്വർണ്ണം ഇങ്ങോട്ട് വരും. അതാണ് സംഘകാലകൃതിയായ 1810 AD 4-ാം നൂറ്റാണ്ടിൽ എഴുതി വെച്ചിരിക്കുകയാണ്. കറി ഏന്തി പോയിടും കപ്പലുകൾ പൊന്നേന്തി തിരികെ വരും. കറി കുരുമുളക് കൊണ്ടുപോയാൽ പകരം കപ്പലിൽ സ്വർണം തിരിച്ചു വരും. കറി ഏന്തി പോയിടും കപ്പലുകൾ പൊന്നേന്തി തിരികെ വരും. ഈ കറി ഇന്ന് ഇംഗ്ലീഷിലൊരു വാക്കാണ്. CURRY കറി, മീൻകറി, ഇറച്ചിക്കറി. കാര്യം മുളക് ചേർത്തുണ്ടാക്കുന്ന പാചകത്തെ കുരുമുളക് ചേർത്തുണ്ടാക്കുന്ന പാചകമായതുകൊണ്ട് ഇംഗ്ലീഷിലും ജർമ്മനിയിലും ഫ്രഞ്ചിലും കറി എന്ന് വിളിക്കാൻ തുടങ്ങി. കുരുമുളകിൻ്റെ തമിഴ് വാക്കാണ് കറി. കറി ഏന്തി പോയിട്ട് കപ്പലുകൾ പൊന്നേന്തി തിരികെ വരും. അപ്പോൾ ഈ സ്വർണ്ണ നാണയം ഏറ്റവും ഭംഗിയായിട്ട് ഉണ്ടാക്കിയിരുന്നത് രാഷ്ട്രകൂടന്മാരാണ്. ഗുജറാത്തും മഹാരാഷ്ട്രയും മധ്യപ്രദേശിൻ്റെ കുറേ ഭാവമൊക്കെ ഭരിച്ചിരുന്ന രാഷ്ട്രകൂടന്മാർ. അവർ വിഷ്ണു ഭഗവാന്റെ 3ാമത്തെ അവതാരത്തിൽ വിശ്വസിച്ചതിനാണ്. അവരുടെ പ്രസിദ്ധമായ വരാഹ ക്ഷേത്രമാണ്. ഞാൻ പോയി കണ്ടിട്ടുണ്ട് വരാഹ ക്ഷേത്രം. അവർ നാണയം ഉണ്ടാക്കിയപ്പോൾ ആ നാണയത്തിൻ്റെ ഒരു വശത്ത് വരാഹത്തിൻ്റെ പടമാണ്, പന്നിയുടെ പടമാണ്. മറ്റേ സൈഡിൽ അവിടുത്തെ രാജകൊട്ടാരത്തിൻ്റെ പടമാണ്. അപ്പോൾ വരാഹത്തിൻ്റെ രൂപമുള്ള നാണയമായതുകൊണ്ട് അതിനെ വിളിച്ച പേരാണ് വരാഹൻ. മുസ്ലിങ്ങൾക്ക് തീരെ ഇഷ്ടമില്ലാത്ത മൃഗമാണ് ഈ പന്നി. പക്ഷെ അറബി ഭാഷയിലും സിറിയക് ഭാഷയിലും സ്വർണത്തിനുള്ള പേര് വരാഹൻ. ഞാൻ റുപ്പി കൈവച്ചോണ്ടിരിക്കും. എന്താണ് റുപ്പി? ഷർഷ എന്ന് പറഞ്ഞ രാജാവ് വെള്ളി കൊണ്ട് നാണയം ഉണ്ടാക്കി. വെള്ളി, സിൽവറിന് ഉറുദു ഭാഷയിലെ വാക്കാണ് റൂപ്പ്. റൂപ്പ് കൊണ്ട് നാണയം ഉണ്ടാക്കണം. ഞാൻ റുപ്പി എന്ന് വിളിച്ചത്. റുപ്പയാന്ന്, നമ്മളിപ്പോൾ റുപ്പയാന്ന് വിളിക്കും, റുപ്പീസ് എന്ന് വിളിക്കാം. അപ്പോൾ ഈ സ്വർണത്തിന് ലോക ചരിത്രത്തിലുള്ള വാക്ക് തന്നെ വിഷ്ണു ഭഗവാന്റെ 3ാമത്തെ അവതാരത്തിൽ നിന്നാണ്, വരാഹ അവതാരത്തിൽ നിന്നാണ്. അപ്പോൾ ഈ സ്വർണത്തിന് ഇന്ത്യൻ പാരമ്പര്യത്തിൽ വളരെ ശ്രദ്ധേയമായ കഥകളുണ്ട്. 12 കഥയാണ് സ്വർണത്തെപ്പറ്റി നമ്മുടെ പുരാണങ്ങളിൽ പറയുന്നത്. ഞാൻ അങ്ങോട്ട് കയറുന്നില്ല, നിനക്ക് അറിയാവുന്ന കഥകളായാലും കയറുന്നില്ല. അപ്പോൾ സ്വർണം കൊണ്ടൊരു ക്ഷേത്രം പൊതിഞ്ഞാൽ എന്ത് സംഭവിക്കും? സ്വർണം കൊണ്ട് കൊടിമേളം പൊതിഞ്ഞാൽ എന്ത് സംഭവിക്കും? നിങ്ങൾ ഈ സ്വർണ്ണ കൊടിമേളത്തിന് ധ്വജപ്രതിഷ്ഠ നടത്തിയപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? പുരാണത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്, വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനർത്ഥം മനസ്സിലാക്കണം. ആ പൂർണ്ണതയിലേക്ക് നമ്മുടെ ക്ഷേത്രം എത്തിയ അത്ഭുതകരമായ സംഭവം മനസ്സിലാക്കേണ്ട ഒന്നാണ്. അങ്ങനെ ഈ ക്ഷേത്രം അങ്ങോട്ട് പ്രതിഷ്ഠിക്കുമ്പോൾ വളരെ കൃത്യമായി ശ്രദ്ധേയമായി നമ്മൾ മനസ്സിലാക്കേണ്ട ചില ഘടകങ്ങൾ. അതിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ആ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ആ പ്രതിഷ്ഠ ആരാണ് എന്ന് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ മഹാദേവൻ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ നിന്നൊരു ഭക്തൻ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രം ശിവ സഹസ്രനാമമാണ്. ഞങ്ങളുടെയൊക്കെ മതത്തിൽ ഈശ്വരനൊരു പേരേ ഉള്ളൂ. യഹൂദന്മാർക്ക് ഒരു യാവേ, ഞങ്ങൾക്കൊരു ക്രിസ്തു, മുസ്ലിങ്ങൾക്ക് ഒരു അള്ളാഹു. ഹിന്ദുമതം അങ്ങനെയല്ല. ഹിന്ദുമതത്തിലൊരു ദൈവത്തെ അങ്ങോട്ട് വിളിച്ചാണ്ടല്ലോ 1000 പേരാണ്. ഈ ക്ഷേത്രത്തിൽ നിന്നൊരു ഭക്തൻ ചോദിക്കും മഹാദേവ എന്ന് വിളിച്ചാൽ ശിവ സഹസ്രനാമ സ്തോത്രമാണ്. ത്രീ സാങ്ക്യം പരിമിതം പിന്നെ പ്രസ്ഥാനം തുടങ്ങിയാൽ 1000 പേരാണ്, 1-2 പേരൊന്നുമല്ല. പിൽക്കാലത്ത് പരമശിവനാൽ കൊല്ലപ്പെട്ട അമ്മായിപ്പൻ ദക്ഷനില്ലേ, ദക്ഷന്റെ വായിൽ നിന്നാണ് ഈ ശിവസഹസ്രനാമം വരുന്നത്. ഒരു വിഷ്ണു ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ എന്താ പേരെന്ന് ചോദിച്ചാൽ വിഷ്ണു സഹസ്രനാമമാണ്. ഭീഷ്മർ ശരശയിൽ കിടക്കാണ്. ഭീഷ്മർക്ക് ഉത്തരായന കാലത്തെ മരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ തെക്കോട്ട് പോകുന്ന സൂര്യഭഗവാൻ വടക്കോട്ട് തിരിയണം. അതാണ് ഉത്തരായനം. ഉത്തരായനം എന്ന് പറയുന്നത് മകരസംക്രാന്തിയാണ്. ഞങ്ങളുടെ ക്രിസ്മസ് മകരസംക്രാന്തിയാണ്. ശബരിമലയിലെ മകരസംക്രാന്തി ഉത്തരായണം തുടങ്ങുന്ന ദിവസമാണ്. ഭഗവാൻ കൃഷ്ണൻ അറിയാം ഇദ്ദേഹം ഉത്തരായണത്തിൽ നിന്ന് മരിക്കുമെന്ന്. അപ്പോൾ മകരസംക്രാന്തി എന്നത് രാവിലെ ഭഗവാൻ നേരെ ഭീഷ്മരുടെ അടുത്ത് വന്നു. ഭീഷ്മർ ഭഗവാനെ കണ്ടുകൊണ്ട് പറഞ്ഞു, എൻ്റെ കൃഷ്ണ, നീ വിഷ്ണു ഭഗവാനാണെന്ന് എനിക്ക് പണ്ടേ അറിയാവുന്ന കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ഭാഗവതത്തിൽ ഭീഷ്മരുടെ വായിൽ നിന്ന് വരുന്നതാണ് മഹാവിഷ്ണുവിൻ്റെ 1000 പേര്, വിഷ്ണു സഹസ്രനാമം. ഒരു ദേവീക്ഷേത്രത്തിൽ ചെന്നിട്ട് ഭഗവതി എന്താ പേരെന്ന് ചോദിച്ചാൽ ലളിത സഹസ്രനാമം. ബ്രഹ്മാണ്ഡ പുരാണത്തിൽ 7-ാം അധ്യായത്തിൽ 7-ാം സ്കന്ധത്തിൽ വരുന്ന ഭാഗമാണ് ലളിത സഹസ്രനാമം. ഹിന്ദുക്കൾക്ക് സുബ്രഹ്മണ്യ സഹസ്രനാമമുണ്ട്, ഗണപതി സഹസ്രനാമമുണ്ട്, അയ്യപ്പ സഹസ്രനാമമുണ്ട്,
ഹനുമാൻ സഹസ്രനാമമുണ്ട്, 10 സഹസ്രനാമമുണ്ട്. 10 ദൈവസങ്കല്പങ്ങൾക്ക് 1000 പേരാണ്, 1000 പേര്. ഞാൻ ഈ 10 എൻ്റെ കൈ വാങ്ങിച്ചു വെച്ച് ഒരു ദിവസം രാവിലെ എടുത്ത് 10 പേരെടുത്തിട്ട് ലിസ്റ്റ് എടുത്ത് നോക്കും. ഈ ഭഗവാൻ ഈ ഭഗവതിക്ക് ഈ പേര് വന്ന കാരണം എന്താണ്, അതിൻ്റെ പുരാണ കഥ എന്താണ്, അത് നല്ല രസം അത് പഠിക്കാൻ. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ നിങ്ങൾ ഈ ശിവസഹസ്രനാമം അറിഞ്ഞിരിക്കണം. ആ ശിവസഹസ്രനാമത്തിലാണ് പരമശിവൻ ആരാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ പരമശിവൻ കുടുംബത്തിൻ്റെ പ്രത്യേകം എന്താണ്? പരമശിവൻ സഹസ്രനാമമുണ്ട്, ഭഗവതിക്ക് സഹസ്രനാമമുണ്ട്, മൂത്തമോൻ സുബ്രഹ്മണ്യൻ സഹസ്രനാമമുണ്ട്, ഗണപതി സഹസ്രനാമമുണ്ട്. ഒരു കുടുംബത്തിൽ 4 പേർക്ക് സഹസ്രനാമമുള്ള ഏക ഈശ്വര സങ്കല്പമാണ് ശിവ സഹസ്രനാമം എന്ന് പറയുന്നത് വളരെ കൃത്യമായി. ആ പരമശിവന് വിഷ്ണു ഭഗവാൻ മോഹിനിയായിട്ട് വന്നപ്പോൾ ജനിച്ച അയ്യപ്പ ഭഗവാനുണ്ട് സഹസ്രനാമം. പരമശിവന്റെ മഹാദേവന് മാത്രമേ ഉള്ളൂ ഒരു കുടുംബത്തിലെ മുഴുവൻ പേർക്ക് സഹസ്രനാമം ഉള്ളതാണ്. അപ്പോൾ ഈ സഹസ്രനാമം ചൊല്ലി പഠിച്ചാൽ എന്താ സംഭവം? സഹസ്രനാമം ചൊല്ലി പഠിച്ചാലേ ഒരു കുട്ടിക്ക് ജീവിതത്തിലുണ്ടാകുന്ന വലിയ മാറ്റം ശാസ്ത്രം പഠിച്ചിട്ടുള്ളതാണ്. ഒരു കുട്ടി സഹസ്രനാമം ചൊല്ലുമ്പോൾ ഏറ്റവും ആദ്യം കുട്ടി കിട്ടുന്ന ഗുണം എന്താണെന്നറിയാമോ? ആ കുട്ടി സാഹിത്യം പഠിക്കാൻ അപാര കഴിവുള്ള കുട്ടിയായി. കാരണം സാഹിത്യത്തിൻ്റെ അപാര സാധ്യത പ്രയോഗിച്ചിട്ടാണ് മഹാനായ വേദവ്യാസൻ സഹസ്രനാമം എഴുതിയത്.